വാഗ്ഭടാനന്ദൻ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം: വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. അദ്ദേഹത്തിന്റെ അപാരമായ പാണ്ഡിത്യവും പ്രസംഗ പാടവവും കണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. ചോദ്യം 2. വാഗ്ഭടാനന്ദന്റെ ബാല്യകാല നാമം എന്തായിരുന്നു? ഉത്തരം: വയലേരി കുഞ്ഞിക്കണ്ണൻ. ചോദ്യം 3. വാഗ്ഭടാനന്ദൻ ജനിച്ചത് എപ്പോൾ? ഉത്തരം: 1885 ഏപ്രിൽ 27. ജനിച്ച തീയതി: 1885 ഏപ്രിൽ 27. കൊല്ലവർഷം: 1060 മേടം 14. ജനിച്ച സ്ഥലം: കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള പാട്യം, വയലേരി കുടുംബത്തിൽ. ചോദ്യം 4. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം ഏത്? ഉത്തരം: പാട്യം, കണ്ണൂർ. പാട്യം, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള ഗ്രാമം, വയലേരി കുടുംബം. ചോദ്യം 5. വാഗ്ഭടാനന്ദന്റെ പിതാവ് ആര്? ഉത്തരം: തേനങ്കണ്ടി കോരൻ ഗുരുക്കൾ. മാതാവ് വയലേരി ചീരു അമ്മ. സംസ്കൃത പണ്ഡിതനും പാരമ്പര്യ വൈദ്യനുമായിരുന്ന പിതാവിൽ നിന്നാണ് വാഗ്ഭടാനന്ദൻ പ്രാഥമിക സംസ്കൃത വിദ്യാഭ്യാസം നേടിയത്. ചോദ്യം 6. വാഗ്ഭടാനന്ദന്റെ ഗുരു ആര്? ഉത്തരം: ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ചോദ്യം 7. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: വാഗ്ഭടാനന്ദൻ. ചോദ്യം 8. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? ഉത്തരം: വാഗ്ഭടാനന്ദൻ. ചെറുപ്പകാലത്ത് തന്നെ മികച്ച അധ്യാപന പാടവവും സംസ്കൃത പാണ്ഡിത്യവും പ്രകടിപ്പിച്ചിരുന്നതിനാൽ അദ്ദേഹത്തെ ആളുകൾ സ്നേഹത്തോടെ ബാലഗുരു എന്ന് വിളിച്ചിരുന്നു. മറ്റ് പ്രധാന വിശേഷണങ്ങൾ: മലബാറിലെ ശ്രീനാരായണ ഗുരു, ആധ്യാത്മികവാദികളിലെ വിപ്ലവകാരി, കർഷക തൊഴിലാളികളുടെ മിത്രം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. ചോദ്യം 9. വാഗ്ഭടാനന്ദൻ 1906 കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠനകേന്ദ്രം ഏത്? ഉത്തരം: തത്വപ്രകാശിക. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സംസ്കൃത വിദ്യാഭ്യാസവും ആർഷഭാരതീയ തത്വചിന്തകളും പഠിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ അദ്ദേഹം ഒരുക്കിയത്. ചോദ്യം 10. തത്വപ്രകാശിക സ്ഥാപിച്ചത് ഏത് വർഷം? ഉത്തരം: 1906. 1911 കോഴിക്കോട് കല്ലായിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല ആരംഭിച്ചു. 1917 അനാചാരങ്ങൾക്കെതിരെ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. 1925 ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ പ്രസ്ഥാനങ്ങളിലൊന്നായ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ULCCS രൂപീകരിക്കാൻ പ്രചോദനമായി. ചോദ്യം 11. വാഗ്ഭടാനന്ദൻ പ്രധാനമായും ഏത് പ്രദേശത്തെ സാമൂഹ്യപരിഷ്കരണ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ഉത്തരം: വടക്കൻ മലബാർ. ആത്മവിദ്യാസംഘം. ചോദ്യം 12. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം: വാഗ്ഭടാനന്ദൻ. 1917 കോഴിക്കോട്ടെ കാരപ്പറമ്പിലാണ് അദ്ദേഹം ആത്മവിദ്യാസംഘത്തിന് രൂപം നൽകിയത്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതിവ്യവസ്ഥ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആത്മീയവും സാമൂഹികവുമായ ഉന്നമനം സാധ്യമാക്കുകയുമായിരുന്നു ലക്ഷ്യം. ചോദ്യം 13. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനമായ വാഗ്ഭടാനന്ദന്റെ കൃതി ഏത്? ഉത്തരം: ആത്മവിദ്യ. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങൾക്കും നയരേഖയ്ക്കും മാനിഫെസ്റ്റോ അടിസ്ഥാനമായ വാഗ്ഭടാനന്ദന്റെ പ്രധാന കൃതി ആത്മവിദ്യ ആണ്. അദ്വൈത തത്വചിന്തയിൽ അധിഷ്ഠിതമായി അദ്ദേഹം രചിച്ച ഉപന്യാസ ഗ്രന്ഥരൂപത്തിലുള്ള കൃതിയാണ് ആത്മവിദ്യ. മറ്റു പ്രധാന കൃതികൾ അത്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഈശ്വരവിചാരം, സ്വാതന്ത്ര്യചിന്താമണി. ആത്മവിദ്യാസംഘത്തിന്റെ ഔദ്യോഗിക പത്രമായി അദ്ദേഹം പിന്നീട് പ്രസിദ്ധീകരിച്ച മാസികയാണ് ആത്മവിദ്യാകാഹളം. ചോദ്യം 14. ആത്മവിദ്യാസംഘം പ്രധാനമായും ഏത് തത്വചിന്തയാണ് മുന്നോട്ടുവച്ചത്? ഉത്തരം: അദ്വൈത ദർശനം. അദ്വൈത ദർശനത്തിന്റെ കാതലായ ഏകത്വത്തെ മുൻനിർത്തി ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, വിരോധം വെടിവിൻ എന്ന പ്രശസ്തമായ ആഹ്വാനം അദ്ദേഹം നൽകി. ചോദ്യം 15. ആത്മവിദ്യാകാഹളം ആരംഭിച്ച വർഷം ഏത്?
ഉത്തരം 1929. ചോദ്യം 16. ആത്മവിദ്യാകാഹളത്തിന്റെ ആദ്യ പത്രാധിപർ ആര്? ഉത്തരം CP രാമൻ. ചോദ്യം 17. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസിദ്ധീകരണം ഏത്? ഉത്തരം ശിവയോഗവിലാസം. 1914 വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ശിവയോഗവിലാസം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദമഹാസഭയുമായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വാഗ്ഭടാനന്ദൻ ഇത് ആരംഭിച്ചത്. പ്രീതിഭോജനം. ചോദ്യം 18. കോഴിക്കോട്ട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. 1927 കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിലാണ് അദ്ദേഹം പ്രീതിഭോജനം സംഘടിപ്പിച്ചത്. അദ്ദേഹം സ്ഥാപിച്ച ആത്മവിദ്യാ സംഘമാണ് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ജാതിവ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പോരാടാനും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ച് സാമൂഹിക സമത്വം വളർത്താനുമായിരുന്നു ഇത്. ചോദ്യം 19. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യപരിഷ്കർത്താവ് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. 1925 മലബാറിൽ കോഴിക്കോട് ജില്ലയിലെ ഊരാളുങ്കലിൽ ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനമാരംഭിച്ചത്. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാ സംഘം അംഗങ്ങളായ 14 യുവാക്കൾ ചേർന്നാണ് ഊരാളുങ്കൽ കൂലി വേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ ഇതിന് തുടക്കമിട്ടത്. ഇന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രസ്ഥാനങ്ങളിലൊന്നായി വളർന്നു. പ്രധാന കൃതികൾ. ചോദ്യം 20. ആത്മവിദ്യ ആരുടെ കൃതിയാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിന്റെ ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട തത്വചിന്തകൾ അടങ്ങിയ പ്രധാന കൃതിയാണിത്. ചോദ്യം 21. അധ്യാത്മയുദ്ധം രചിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഹൈന്ദവധർമ്മത്തിലെ അനാചാരങ്ങൾക്കും ജാതിവ്യവസ്ഥക്കുമെതിരെ പോരാടാനും ആത്മീയതയുടെ ശരിയായ ശാസ്ത്രീയ വശങ്ങൾ വിശദീകരിക്കാനുമാണ് അദ്ദേഹം ഈ കൃതി രചിച്ചത്. ചോദ്യം 22. ആത്മവിദ്യാലേഖമാല രചിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ കാഹളം എന്ന മാസികയിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് പിന്നീട് ആത്മവിദ്യാലേഖമാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്. ചോദ്യം 23. ബ്രഹ്മസങ്കീർത്തനം രചിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഈശ്വരഭക്തിയും ആത്മീയ ചിന്തകളും സമന്വയിപ്പിച്ച് അദ്ദേഹം രചിച്ച പ്രാർത്ഥനാഗീതങ്ങളിൽ ഒന്നാണിത്. ചോദ്യം 24. ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും രചിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. മഹാത്മാഗാന്ധിയുടെ ചിന്തകളെയും അഹിംസയിലധിഷ്ഠിതമായ പ്രാർത്ഥനാ ബോധത്തെയും കുറിച്ച് അദ്ദേഹം രചിച്ച ലേഖനങ്ങളിൽ കൃതികളിൽ ഒന്നാണിത്. ചോദ്യം 25. ഈശ്വരവിചാരം രചിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഈശ്വരസങ്കല്പത്തെക്കുറിച്ചും അനാചാരങ്ങൾക്കെതിരായ ആത്മീയ ചിന്തകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കവിത കൃതിയാണിത്. ചോദ്യം 26. പ്രാർത്ഥനാഞ്ജലി രചിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ വളരെ പ്രശസ്തമായ പ്രാർത്ഥനാ കാവ്യമാണ്. ചോദ്യം 27. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ച കൃതിയാണിത്. ചോദ്യം 28. ശ്രീനാരായണ ഗുരുവുമായി വാഗ്ഭടാനന്ദനെ എങ്ങനെ ബന്ധപ്പെടുത്തി പറയാറുണ്ട്? ഉത്തരം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വാഗ്ഭടാനന്ദനെ വിശേഷിപ്പിക്കുന്നു. വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയതും ശ്രീനാരായണ ഗുരുവാണ്. ചോദ്യം 29. വാഗ്ഭടാനന്ദൻ എതിർത്ത മറ്റൊരു പ്രധാന സാമൂഹിക ദോഷം ഏത്? ഉത്തരം മദ്യപാനം. മദ്യപാനത്തിനു പുറമെ ജന്തുബലി, വിഗ്രഹാരാധന, ഇളനീരാട്ടം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം പോരാടി. ചോദ്യം 30. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് എപ്പോൾ? ഉത്തരം 1939 ഒക്ടോബർ 29. 54 വയസ്സിൽ കോഴിക്കോട്ട്. ചോദ്യം 31. വാഗ്ഭടാനന്ദൻ ഏത് നൂറ്റാണ്ടിലെ കേരള നവോത്ഥാന നായകനായിരുന്നു? ഉത്തരം 20-ാം നൂറ്റാണ്ടിലെ. വാഗ്ഭടാനന്ദൻ 19, 20 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന്റെ സാമൂഹ്യപരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം പ്രധാനമായും നടന്നത് 20-ാം നൂറ്റാണ്ടിലാണ്.
ജീവിതകാലം 1885 ഏപ്രിൽ 27 മുതൽ 1939 ഒക്ടോബർ 29 വരെ. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതും 1925 ഊരാളുങ്കൽ സൊസൈറ്റി രൂപീകരിച്ചതും 1927 പ്രീതിഭോജനവുമെല്ലാം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് നടന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.